Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler. സാത്താൻ സേവിയർ മറക്കൽ അബൂനൊക്കെ സുഖല്ലേ? അല്ലേ? ഞാൻ ബോംബെ ഗലികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കക്ഷത്തിലൊരു ഫയലും വെച്ചിട്ട് ഭരതനാട്യത്തിന്റെ പിച്ച് ഡെക്കാണ്. സിംഹത്തിന്റെ മുകളിൽ വെയിറ്റ് ചെയ്യുമ്പോൾ വേറെ ഒന്നും നമുക്ക് എന്റർടൈൻമെന്റ് ഇല്ല. അപ്പോൾ ഇത് മറിച്ച് നോക്കുന്നു. ചില ഫോട്ടോസ് കാണുമ്പോഴത്തേക്കും എൻ്റെ തന്നെ ഫോട്ടോ കാണുമ്പോഴത്തേക്കും ഞാൻ ആ സമയത്ത് കുറച്ചുകൂടെ നല്ലപോലെ ചിരിച്ചിരുന്നെങ്കിൽ ഈ OTT ബിസിനസ് നടന്നേരെ. ദൈവമാണല്ലോ നമ്മുടെ സിനിമയിലെ ദൈവമാണല്ലോ. ദൈവം ഇരിക്കുന്ന എന്റെ മുന്നിലൊന്നും. സണ്ണി വെയിൻ ഈ അടുത്ത കാലത്ത് ദൈവത്തെ കണ്ട ഒരു നിമിഷം ഏതാണ്? ഈ ഇന്റർവ്യൂ ഒന്ന് പറയരുത്. വെരി ഗുഡ്. ഒരു സാധാരണ സിനിമ പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ ആദ്യം ചിത്തുവിളി തുടങ്ങുന്ന താരത്തിലായിരിക്കും. ആക്ടറിൽ തുടങ്ങിയിട്ടേ അങ്ങോട്ടൊക്കെ എത്തും. ഇവളുടെ ഇന്റർവ്യൂവിൽ ആദ്യം ചീത്തവിളിക്കുന്നത് വീണക്കല്ലേ. ഈ ജോത്സ്യത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കാണ് അപർണയുടെ വിവാഹം ഇങ്ങനെ ജാതകമൊക്കെ നോക്കിയിട്ടാണോ നടത്തിയത്? അയ്യേ അല്ലല്ലോ. അയ്യോ, 24 വയസ്സിൽ അപർണ ഒരാളുമായിട്ട് പ്രണയത്തിലാവും, അയാളെ തന്നെ കല്യാണം കഴിക്കും. എന്റെ ജാതകം നോക്കി ഒരു ജോത്സ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങി. ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഫോട്ടോ കണ്ടു. അതായത് ലോകത്തെ ഇതിനെ കീഴ്മേൽ മറിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? പ്രാക്ടീസിങ് തുടങ്ങി. മീറ്റ് ചെയ്ത് അപ്പൊ തൊട്ട് ഞങ്ങൾ തലകുത്തിക്കാനുള്ള പ്രാക്ടീസ് തുടങ്ങി. വെരി ബാഡ്. സത്യമായിട്ട് തോന്നരുത്. എന്ത് ചെയ്യാൻ? സണ്ണി വെയിൻസ്, അപർണ ദാസ് ആൻഡ് സൈജു കുറുപ്പ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എവിടെ ആയിരുന്നു? ഇവരെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പക്ഷെ എവിടെ ആയിരുന്നു സണ്ണി വെയിൻ? എവിടെ പോയിരുന്നു? ഉണ്ടായിരുന്നോ? മൊത്തത്തില് ഗെറ്റപ്പ് ഒക്കെ മാറിയല്ലോ. എന്താ സംഭവിച്ചേക്കുന്നത്? ആണോ? അല്ലാതെ വേറെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, അറിയാൻ പാടില്ല, അതുകൊണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? വളരെ സന്തോഷത്തോടുകൂടി തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ചേട്ടാ എന്തുണ്ട് വിശേഷം? ചേട്ടനെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുമ്പോഴൊക്കെ ഭയങ്കര അതീവ മാന്യനായ ഒരു ലുക്കിലേ കാണാറുള്ളൂ. ഇന്ന് കുറച്ച് മറ്റേ നോട്ടി ലുക്കാണല്ലോ. എന്താ കാര്യം? അതല്ലേ നോക്കിയേ, ഒന്ന് ശരിക്കും സൂക്ഷിച്ചു നോക്കിയേ. സൈചേട്ടൻ കാണുമ്പോ മൊത്തത്തിൽ ചിലപ്പോ പാന്റിന്റെ ഒക്കെ ആയിരിക്കും, മൊത്തത്തിലൊരു നോട്ടി ലുക്കില്ലേ? എന്തായിരുന്നു ചേട്ടാ? അത് തീർച്ചയായിട്ടും വേണം. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ മാന്യനായിട്ട് നടന്നാ പോരാ. ആ മൂട് പടം മരിച്ചു മാറ്റു കേട്ടാ. ആ മുഖം മൂടി ഇന്നലെ ഒരു ഇന്റർവ്യൂ വെറുതെ എന്താ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ടിയായിരിക്കും. അതൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു ഇമേജ് വേണ്ട. താങ്കൾ പറഞ്ഞ പോലെ ആ മുഖംമൂടിയൊക്കെ മാറ്റാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് അല്ലേ? ഈ രണ്ടുപേരെ നടുക്കിരിക്കുന്ന, ഒരാള് കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് വന്നേക്കുന്നു, മറ്റേ ആള് വെളുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് വന്നേക്കുന്നു. നടുക്കിരിക്കുന്ന ആ കളർഫുൾ കുട്ടിക്ക് എന്താ പറയാനുള്ളത്? മറ്റേ വീണ ഇങ്ങനെ ഒരാളോട് ചോദ്യം ചോദിക്കുമ്പോ കത്തി ഇങ്ങനെ പിന്നെ അടുത്ത കത്തി ഇങ്ങോട്ട് വരുന്നു. ഈ ആൾക്കാര് സാധാരണ എസ്കേപ്പ് ചെയ്യില്ലേ, അങ്ങനെയായിരുന്നു ഞാൻ. അതല്ലേ? ഇനി നേരിട്ട് വന്നു പറഞ്ഞോളൂ. ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു, ആകർഷകരമായി പോകുന്നു, കുഴപ്പമൊന്നുമില്ല. മറ്റേ ഒരാള് ദൈവത്തിന്റെ രൂപത്തിലും മറ്റേ ആള് സാത്താന്റെ രൂപത്തിലാണോ ഇരിക്കുന്നത്? അങ്ങനെയൊക്കെ ഇവര് പറഞ്ഞതാ, ഞാൻ പറഞ്ഞല്ല കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പറയണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാലോ. ദൈവമാണല്ലോ നമ്മുടെ സിനിമയിലെ ദൈവമാണല്ലോ. അതാണ് വെളുത്തുടുപ്പിട്ടുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. സിനിമയിലെ മനുഷ്യൻ, അപ്പൊ മനുഷ്യന്റെ എല്ലാം കലർന്നതായതുകൊണ്ട് എന്താന്ന് എനിക്കറിയില്ല. അതാണ് കറക്റ്റ് ആണ്. സണ്ണി വെയിൻ ഈ അടുത്ത കാലത്ത് ദൈവത്തെ കണ്ട ഒരു നിമിഷം ഏതാണ്? ഈ ഇന്റർവ്യൂ ഒന്ന് പറയരുത്. കറക്റ്റ്. ഇതൊക്കെ ഞാൻ ഒത്തിരി ആയി കേൾക്കുന്ന. ഇങ്ങനെ അടിച്ച ക്വസ്റ്റ്യൻ മാറ്റണം എന്നോട് പറഞ്ഞേക്കണേ. പക്ഷെ ഞാനാരാ മോള് കണ്ടിട്ടേ ഇല്ല. അത് പറഞ്ഞോ? ഈ അടുത്ത കാലത്ത് ദൈവത്തിനെ കണ്ടതിപ്പോഴായിരുന്നു. ഈ അടുത്ത കാലത്തെന്ന് പറയുമ്പോ അതൊരു സിനിമയല്ലേ? അതെന്താ? സാധാരണ വീണയുടെ ഇന്റർവ്യൂവിന് വീണയ്ക്കാണ് ട്രോൾ. അത് മാറ്റണ്ട, പറഞ്ഞാട്ടെ, നടക്കും. യെസ് യു ക്യാൻ. ഈ അടുത്ത കാലത്ത് ദൈവത്തെ കണ്ടത് നാം തന്നെ
അല്ലേ ദൈവം അതാണ് വിറയ്ക്കുന്നോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പാസ് ചെയ്താലോ? അതാണ് അതല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ മനസ്സിലായില്ല? നാം തന്നെ അല്ലയോ ദൈവം എന്നല്ലേ പറഞ്ഞേ? പൊന്നെ എന്തൊന്നും അത് അങ്ങനെയല്ലേ പറഞ്ഞത്? എന്റെ കേട്ട അങ്ങനെയാണല്ലോ തത്വമസി. അഹം ബ്രഹ്മാസ്മി എന്നല്ലേ? തത്വമസിയും അത് തന്നെയല്ലേ? തത്വമസി തന്നെ. കണ്ണാടി അമ്പലത്തിൽ വെക്കൂലേ? ആണോ? നമ്മൾ ആദ്യം പോകുമ്പോ നമ്മളെ കാണുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെ ദൈവം ഉണ്ടെന്നുള്ള ഒരു ഇത്. എന്താന്നറിയില്ല, എന്തൊക്കെയോ പഠിച്ചിട്ട് വന്നേക്ക. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് ആയതുകൊണ്ടാണോ? എന്തൊക്കെയൊക്കെയോ പഠിച്ചിട്ടുണ്ടല്ലോ കുട്ടി. ആത്മീയമായി കുറച്ച് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ദൈവത്തിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. ആണ്. അങ്ങനെയാണെങ്കിൽ അപർണയോടുള്ള ചോദ്യം എന്ന് പറയുന്നത്, സ്വന്തമായിട്ട് അഭിനയിച്ച ഒരു സിനിമ കണ്ടപ്പോ ദൈവത്തെ വിളിച്ചത് എപ്പോഴാണ്? അയ്യോ, ഉണ്ടെന്ന് ഞാൻ പറയാം. ആണ് അങ്ങനെ അവസരം ഞാൻ പറയാം. അല്ല, നല്ല രീതിയിൽ ദൈവത്തിനെ ദൈവത്തിനോട് നന്ദി എന്ന് പറഞ്ഞ സിനിമകളുണ്ട്, ദൈവമേ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അപ്പൊ ഞാൻ രണ്ടും പറയുന്നില്ല. എനിക്ക് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞു, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഡാഡാ തമിഴ് സിനിമ ഞാൻ ചെയ്ത ഫിലിം ഫെയർ കിട്ടി. ദൈവത്തിന് നന്ദി എന്ന് ഞാൻ പറയാം. അതാണ് ആ ഉത്തരം ഇഷ്ടപ്പെട്ടല്ലേ? ഇനി സഹിച്ചേട്ടനിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് പലതവണ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാതെ പോയപ്പോ ദൈവം ഡയറക്റ്റ് ചെയ്തത് വേറെ വഴിയായിരുന്നു എന്ന് തോന്നിയ ഒരു അവസരം ഏതാണ്? ഞാൻ വല്ലാത്ത ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇത്തവണ കൊണ്ടുവന്നേക്കണേ. മനസ്സിലാക്കട്ടെ. അങ്ങോട്ട് അടി അടി അടിച്ചാ മതി, മാറ്റും. ഇല്ല, അതിന് പാസൊന്നും ഇല്ല അവിടെ, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാതെ പോയെങ്കിലും ദൈവം വിചാരിച്ചത് അങ്ങനെ അല്ലായിരുന്നു, എനിക്ക് അതിനേക്കാൾ നല്ലത് വന്നു എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? ക്വസ്റ്റ്യൻ മനസ്സിലായോ ചേട്ടാ? എനിക്ക് പെട്ടെന്ന് എന്താണെന്നറിയോ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എനിക്ക് ചില മനസ്സിലാവാത്തപ്പം അവിടെ സൂപ്പർവിഷൻ നിൽക്കുന്ന ടീച്ചറിനോട് തന്നെ ഞാൻ ചോദിക്കും. അല്ല അതുപോലെ അങ്ങോട്ട് ചോദിച്ചു. അതായത് എനിക്ക് അത് കറക്റ്റ് ആൻസർ ആയിരിക്കും അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം. മാർക്ക് എത്ര എണ്ണം ഞാൻ പറയാം. എനിക്ക് ക്രിക്കറ്റർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനകത്ത് ഒരു കാരണം എന്ന് വെച്ചാല് എനിക്ക് ഫേമസും കൂടെ ആവണം. ഓക്കെ, പക്ഷെ ആ ലെവലിലേക്കൊന്നും എത്താനുള്ള കളി എന്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്നുള്ളത് വേറൊരു വാസ്തവം. അപ്പൊ അത് കാരണം ഞാൻ എത്തിയില്ല. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ കോർപ്പറേറ്റിലേക്ക് എത്തി. പക്ഷെ എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ ക്രിക്കറ്റർ കം ഫേമസ് ആണോ എന്നുള്ളത്. പക്ഷെ അൾട്ടിമേറ്റ്ലി കുറച്ചെങ്കിലുമൊക്കെ ഫേമസ് ആകാൻ പറ്റി എനിക്ക് സിനിമയിലേക്ക് വന്നിട്ട്. അത് അടിപൊളി ആൻസർ ആണ്. ഇത്ര നേരം ഇവര് പറഞ്ഞ ആൻസർ വെച്ച് നോക്കുക, ഫുൾ മാർക്കിന് അപ്പുറം തന്നെ തരേണ്ടി വരും. ക്രിക്കറ്റും കളിക്കാൻ പറ്റി. അത് ശരിയാണല്ലോ. അതും ഉണ്ടായേ. സൂപ്പർ കേട്ടോ. അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റേഴ്സ് കളിക്കുന്ന ഗ്രൗണ്ടിൽ, ഇന്റർനാഷണൽ മാച്ചസ് നടക്കുന്ന പല ഗ്രൗണ്ടിലും പോയി കളിക്കാൻ പറ്റി. നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും ഭയങ്കര അതിശയം പോലെയാണ്. പണ്ട് നമ്മൾ ഗല്ലി ക്രിക്കറ്റ്, ടെന്നീസ് ബോളിലും പ്ലാസ്റ്റിക് ബോളിലും കളിക്കുമ്പോഴത്തേക്കും നമ്മൾ ടെണ്ടുൽക്കറിനെയും അല്ലെങ്കിൽ അന്നത്തെ പുലികളായ സേവാഗ് അവരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ക്യാമറാസ് വെച്ചിട്ടുണ്ട് പല ആംഗിളിൽ. നമ്മൾ കളിക്കുന്നത് പല ആംഗിളിൽ ഇതേപോലെ വെച്ചിട്ട് നമ്മളത് ടെലികാസ്റ്റ് ചെയ്തും കണ്ടിട്ടുണ്ട്. നമ്മളെ എന്താണ് ഓൺ ഗ്രൗണ്ട് ക്യാമറയിലൂടെ കാണുവാണ്, പിന്നെ റെക്കോർഡഡ് മാച്ച്. അതൊരു ഭയങ്കര ഭാഗ്യം തന്നെയാണ്. ക്രിക്കറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ക്രിക്കറ്റ് പോയിട്ട് ഞാൻ സിനിമയിലേക്ക് എത്തുമെന്ന് അറിയില്ല. പക്ഷെ ഇതിപ്പോ സിനിമ ആയതുകൊണ്ട് സിനിമയിൽ എത്തിയിട്ട് എനിക്ക് ക്രിക്കറ്റും കളിക്കാൻ പറ്റും. ഇങ്ങനെ ഈശാന്റെ എല്ലാ ഇന്റർവ്യൂലും ഞാൻ നോക്കുക, അപ്പുറം ഇരിക്കുന്നവരെയൊക്കെ എൻകറേജ് ചെയ്തോണ്ടിരിക്കും, എന്തെങ്കിലും അവര് പറയട്ടെ. പക്ഷെ രണ്ടു ദിവസമായിട്ട് സഹിച്ചേട്ടൻ വാതോരാതെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ഇന്റർവ്യൂവിനും എല്ലാം പറഞ്ഞ സഹിച്ചേട്ടനാണ്. അതെ, നിങ്ങൾ രണ്ട് വേസ്റ്റ് ആയിരുന്നാണോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. തിരിച്ചു പറയാൻ അറിയാം. പറയുന്നില്ല. അതല്ല, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിൽ ദൈവമായിട്ട് അഭിനയിച്ചപ്പോ അല്ല, അങ്ങനെയല്ല, എവിടെയെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളി പോയി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരോടും എടുത്തിട്ട് ഉടുക്കുമെന്ന് നമുക്ക് അറിയാം. കാരണം ദൈവമായിട്ടാണല്ലോ നമ്മൾ അഭിനയിക്കുന്നത്. ആ ഒരു പേടി എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ ഈ സിനിമ ചെയ്യുമ്പോഴോ? ഇല്ല, അങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. അതെന്താ അങ്ങനെ? കാരണം അത് പിന്നെ തല്ലു മേടിക്കാനുള്ളത് ഡയറക്ടറുണ്ട്, റൈറ്ററുണ്ട്, പിന്നെ ഇതിന്റെ വേറൊരാളും കൂടി ഉണ്ട്, പ്രസൻസ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ അതിലേക്ക് വരാം. പിന്നെ അവിടുന്ന് ലിസ്റ്റ് എങ്ങനെ നീളം ആണ് അല്ലേ ലാസ്റ്റ്. പക്ഷെ അങ്ങനെയല്ല, ഒരു സാധാരണ സിനിമാ പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ ആദ്യം ചിത്തുവിളി തുടങ്ങുന്ന താരത്തിലായിരിക്കും. ആക്ടറിൽ തുടങ്ങിയിട്ടേ അങ്ങോട്ടൊക്കെ എത്തുള്ളൂ. ഇന്റർവ്യൂവിൽ ആദ്യം വീണക്കല്ലേ. അതെ, എനിക്ക് കോൺഫിഡന്റ് ആയിരുന്നു ഈ കഥാപാത്രം ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള ടെൻഷനുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ?
സൈജനോട് ഞാൻ വേറെ കാര്യം പറയട്ടെ. അതായത് ഈ സൈജക്കുറിപ്പ് പ്രസൻസ് എന്ന് എഴുതി കാണിച്ചപ്പോഴത്തേക്കും വളരെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ഒരു ചോദ്യം ഞാൻ കേട്ടു. സൈജക്കുറിപ്പിന്റെ കയ്യിൽ ഇത്രയും പൈസയായോ, എത്ര സിനിമയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രസൻസ് എന്ന് എഴുതുന്നു, ഇതെന്താ സംഭവം എന്ന്. അതിനെന്താ ചേട്ടാ? ആക്ച്വലി ഈ പടത്തിൽ എനിക്ക് അറിയില്ല ബാക്കിയുള്ള ആൾക്കാരൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന്, കാശ് അങ്ങോട്ട് കൊടുക്കുകയാണോ ഇങ്ങോട്ട് കിട്ടുകയാണെന്നല്ല എനിക്കറിയില്ല. പക്ഷെ ഇതിന്റെ അകത്ത് ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടില്ല ഇങ്ങോട്ടും കിട്ടുന്നില്ല. ഓ അത് ശരി. അതെന്താ ചേട്ടാ അങ്ങനെ ഒരു കളി? പ്രസൻസ് ആരെങ്കിലും ഒരാൾ പ്രസന്റ് ചെയ്യണമല്ലോ, അങ്ങനെ ഒരു പേര് വേണം. അപ്പൊ ഇനി സനൂപും തോമസും ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇവർ സനൂപ് എന്നോട് ചോദിക്കുന്നത് ചേട്ടാ സൈജുക്കൊരു പ്രസൻസ് വെക്കട്ടെ എന്ന്. അപ്പൊ പെട്ടെന്ന് ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ റീസൺ ഇതാണ്, എനിക്ക് സിനിമയുടെ കഥ മൊത്തം അറിയാം, ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നറിയാം, എന്റർടൈൻമെന്റ് ഉണ്ടെന്നറിയാം. ഇതാണ് നമ്മൾ ഒരു നല്ല സിനിമയെന്ന് നമുക്ക് വേണ്ടത്. ടിൽ എന്റർടൈൻമെന്റ്. എന്റർടൈൻമെന്റ് കഴിഞ്ഞിട്ട് എന്താണ് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നത്? നമ്മള് ഇതൊരു ഫാന്റസി സിനിമയാണ്, ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട് മനുഷ്യന്റെ മുമ്പിൽ. അപ്പം ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ അതിനുപരി ഇതിൻ്റെ അകത്ത് മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. എല്ലാ ഇൻഡിവിജ്വൽസിനും എന്തെങ്കിലുമൊക്കെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്. ഫിനാൻഷ്യൽ പ്രശ്നങ്ങളായിരിക്കാം, ബന്ധങ്ങളിലുള്ള പ്രശ്നമായിരിക്കാം, എന്തെങ്കിലും കാണുമല്ലോ, ജോലിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്ന മെജോറിറ്റി ആൾക്കാരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അവരൊക്കെ ദൈവത്തിനെ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സിനിമ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് വരുമ്പോഴത്തേക്കും ഗോഡ് ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു. അപ്പം നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ ഓക്കെ ദൈവം വന്നിട്ട് പ്രത്യക്ഷപ്പെടുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പം എൻ്റെ കഥാപാത്രം ജിജു എന്ന് പറഞ്ഞ കഥാപാത്രമാണ്, ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയുന്നു. അപ്പോൾ ഉടനെ ശരി നിന്റെ ആ പ്രശ്നം തീർക്കും, ഗോഡ് തിരിച്ചു പോകുന്നു. പക്ഷേ ഇതിന്റെ ഈ സ്റ്റോറിയുടെ ഒരു പ്ലസ് എന്ന് വെച്ചാൽ ദൈവം അങ്ങനെയല്ല പ്രശ്നങ്ങൾ തീർക്കുന്നത്. ദൈവം ഇയാൾക്ക് റൂട്ട് കാണിച്ചു കൊടുക്കുകയാണ്. നീ ഈ വഴി സഞ്ചരിക്ക്, അവിടുത്തെ ഹേർഡിൽസ് താണ്ടി നീ ഒരിടത്തെത്ത്, അവിടെ വച്ച് നീ തന്നെ കണ്ടുപിടിക്കും അതിന്റെ പരിഹാരം, എന്നിട്ട് നിന്റെ പ്രശ്നം സോൾവ് ആവും. ഈ ദൈവം വല്ലതും അറിയുന്നുണ്ടോ എന്തോ ഇങ്ങനെയൊക്കെയായിരുന്നോ നമ്മളല്ലേ ക്ലിയർ ചെയ്ത് കൊടുത്തത്. സോ വാട്ട് ഐ എം സേയിങ് ഈസ്, ഇതാണ് പോയിന്റ് എന്റെ സൈജുക്കുറിപ്പ് പ്രസൻസ് വെക്കാനുള്ളത്. ഒരാളെങ്കിലും ഈ പടം കണ്ടിട്ട് അയാളുടെ പ്രശ്നം ഈ റൂട്ടിൽ സോൾവ് ചെയ്യാൻ നോക്കിയാൽ അത് എനിക്ക് വിശ്വാസമുണ്ട് മിനിമം ഒരാളെങ്കിലും അത് അഡാപ്റ്റ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുന്നുള്ളതാണ്. അയാളുടെ പ്രശ്നം തീരും. ആക്ച്വലി നമ്മൾ ഇന്നർ സെൽഫിനെയാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ടത് ആദ്യം. ദൈവം അതാണ് പറയണത്. അല്ലാണ്ട് ഇപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ട് 24 മണിക്കൂർ നമ്മൾ ദൈവത്തിൻ്റെയൊക്കെ ദൈവത്തിന്റെ പ്രശ്നം തീർക്കണം, പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രശ്നത്തിന്റെ ഒറിജിനൽ എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്, എവിടെയാണ് ഇത് അവസാനിക്കുന്നതെന്ന് ഉള്ളത് കണ്ടുപിടിക്കാണ്ട് നമ്മൾ ദൈവത്തിനെ തന്നെ വിളിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. സോ വി ഷുഡ് ഫൈൻഡ് ദ റൂട്ട്. ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളാണോ? ഇല്ല, പക്ഷെ എനിക്ക് പക്ഷെ എന്തോ ഇതിനെപ്പറ്റി നല്ലപോലെ പറയാൻ പറ്റുന്നു. അതാണ് ചേട്ടൻ ആത്മീയതയുടെ പാതയിലേക്ക് കുറച്ച് കൂടുതൽ താല്പര്യമുണ്ടോ? ഇല്ലല്ലേ? ദൈവത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അത് എനിക്കുണ്ട് കേട്ടോ. ദൈവത്തിൽ വിശ്വാസം. പക്ഷെ എന്നാലും ഞാൻ പറയാം, ദൈവത്തിൽ ഇത്രയും വിശ്വസിക്കുന്ന ആളായിട്ടും ജീവിതത്തിൽ 1-2 ഘട്ടത്തിൽ ഞാൻ എന്നോടും എൻ്റെ അമ്മയോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവം ശരിക്കും ഉണ്ടോ? ഡെഫിനറ്റ്ലി ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ചോദിച്ചു കാണില്ലായിരിക്കും, പക്ഷെ നമ്മൾ മനസ്സിലും വിചാരിച്ചു കാണും നമ്മൾ ഇത്രയും കടന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ആരെയും വേദനിപ്പിക്കുന്നില്ല, എന്നിട്ടും എനിക്കിതാണല്ലോ കിട്ടുന്നത്. ഞാൻ എത്ര ദിവസമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിനു വേണ്ടിയിട്ട്, പക്ഷെ നടക്കുന്നില്ലല്ലോ. ഒന്ന് നമ്മള് ദേഷ്യം വരുമ്പോൾ നമ്മള് ദൈവത്തിനോട് ദേഷ്യം തോന്നാറുണ്ടോ? നമുക്കല്ലേ കുറെ കാശും ചെലവാക്കുന്നുണ്ട്. വഴിപാടായിട്ട് എൻ്റെ അമ്മയും വൈഫൊക്കെ അത്യാവശ്യം വഴിപാടുകൾ നടത്താറുണ്ട്. പിന്നെ ഈ ജാതകം നോക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പം നമ്മുടെയൊക്കെ ജാതകം ജോത്സ്യന്റെ ഒക്കെ ചെന്നിട്ട് സമയത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച്, പിന്നെ പ്രതിവിധികളുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ അമ്പലത്തിൽ പോകാൻ വേണ്ടി അമ്മ കൂട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ വൈഫ് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ ചെന്ന് പ്രാർത്ഥിക്കും, അവിടെ ഏതെങ്കിലുമൊക്കെ വഴിപാടുകൾ. അങ്ങനെ ഞാൻ പോകാത്ത എനിക്ക് പുതുതായിട്ടുള്ള പല അമ്പലങ്ങളിലും, എൻ്റെ നാട്ടിൽ തന്നെ ചേർത്തലയിൽ തന്നെ എനിക്ക് അറിയാമോ അങ്ങനത്തെ അമ്പലങ്ങളുള്ള കാര്യം. അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഈ വഴിപാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഇപ്പൊ ഏത് അമ്പലത്തിൽ പോയാലും എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ പ്രത്യേക ഇപ്പൊ ഈ ഒരു അമ്പലത്തിൽ തന്നെ പോകണമെന്നില്ലല്ലോ. ഏതൊരു അമ്പലത്തിൽ പോയാലും ഏത് മതത്തിന്റെ ദേവാലയങ്ങളിൽ പോയാലും നമുക്കവിടെ പോസിറ്റീവ് എനർജി കിട്ടുന്നത്. അപ്പം പ്രത്യേക ഇപ്പം
എന്നോട് വൈഫ് പറയും നമുക്ക് ഇപ്പൊ ദൂരത്തുള്ളൊരു അമ്പലമായിരിക്കും, ഓക്കെ, അവിടെ നമുക്കൊന്ന് പോകണം കേട്ടോ. ഞാൻ പറഞ്ഞു എന്തിനാണ് ഇത്രയും ദൂരം പോകുന്നത്, അടുത്ത് നമുക്ക് അതേപോലത്തെ ദൈവമുണ്ട്, ദൈവം ഒന്നല്ലേ, അതേപോലത്തെ ദൈവം ഉണ്ടത്. നമുക്ക് ഇവിടെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ പോലെ. അപ്പം അത് വൈഫ് സംഭവിച്ചാൽ ഞാൻ പറയേ വീട്ടിൽ തന്നെ പൂജ മുറിയില്ലേ, നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. ദൈവം എന്റെ ചേട്ടൻ ഇങ്ങനത്തെ ഐഡിയാസ് ഒന്നും ആർക്കും കൊടുക്കല്ലേ, പിന്നെ അവസാനം ജ്യോത്സ്യന്മാരൊക്കെ ചേട്ടനെ എതിരെ ഇറങ്ങും. അവര് ഇതൊക്കെ പറയുന്നല്ല ഈ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കണം. അതാണ് ഈ ജ്യോത്സ്യത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കാണ് അപർണയുടെ വിവാഹം ഇങ്ങനെ ജാതകമൊക്കെ നോക്കിയിട്ടാണോ നടത്തിയത്? അയ്യേ അല്ല. അയ്യോ അല്ല അങ്ങനെയല്ല, വീണ്ടും ജ്യോത്സ്യന്മാരുണ്ട് ഇവിടെ. നോ ഒഫൻസ്, പ്രണയിച്ചു കഴിഞ്ഞാൽ ജാതകം നോക്കരുതെന്ന് ജ്യോത്സ്യന്മാര് തന്നെ പറയും. അവര് പ്രണയ വിവാഹമാണെങ്കിൽ അവര് നോക്കില്ല ജാതകം. പ്രണയ വിവാഹമാണ്, ഇനിയിപ്പോ ഇവരെ ജാതകം ചേരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് സ്നേഹിക്കുന്ന ആൾക്കാരെ പിരിക്കുന്നതിന് തുല്യമല്ലേ. പക്ഷെ കുറെ ഇങ്ങനത്തെ വഴിപാടുകളുണ്ട്, ഇന്ന അമ്പലത്തിൽ പോയി കഴിച്ചാൽ മതി. എനിക്ക് സത്യം പറഞ്ഞാൽ ജാതകത്തിൽ വലിയ വിശ്വാസമില്ല, പറയുന്നതിൽ തെറ്റില്ല. ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഇങ്ങനെ ജ്യോത്സ്യം നോക്കി പറയുന്നതിൽ എനിക്കറിയില്ല അത് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന്, പക്ഷെ എനിക്ക് അതിൽ അങ്ങനെ അത്ര വിശ്വാസമില്ല. പക്ഷെ നമ്മൾ ചിലപ്പം നമ്മുടെ അപർണ പറഞ്ഞ പോലെ ചിലപ്പോൾ ശരിയായിരിക്കാം, ശരിയായിരിക്കാം, പക്ഷെ നമ്മൾ വിശ്വസിച്ചു പോകും കേട്ടോ. അതായത് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്നത് ദൈവത്തിൽ തൊട്ട് കളിക്കണോ? അപ്പം എന്താ സംഭവിച്ചെന്ന് വെച്ചാല് നമ്മുടെ ഒരു രാജേന്ദ്രൻ പിള്ള എങ്ങളുണ്ട്, ഞങ്ങൾ ഇവിടെ നാഗ്പൂരിലുണ്ടായിരുന്നു. അപ്പം അവിടെ അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ജ്യോത്സ്യം അറിയാം, അദ്ദേഹം പന്തളംകാരനാണ്. അപ്പൊ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ, അമ്മയ്ക്ക് ഇതിൻ്റെ അകത്ത് ഭയങ്കര താല്പര്യമാണ്, നോക്കാനറിയില്ല പക്ഷെ ഇത് കേൾക്കാൻ വലിയ താല്പര്യമാണ്. ദൂരദർശനിലുള്ള എംപ്ലോയിയെ കുറിച്ചാണോ പറയുന്നത്? അല്ലല്ല, ഇതേ പേരുകളുള്ള. അപ്പം ഇടയ്ക്ക് ഈ പിള്ളേങ്ങളെ വിളിക്കും. എന്നിട്ട് എൻ്റെ നാള് മകമാണ്, എന്താണ് കുംഭമാസത്തിലെ മകമാണ് ഞാൻ. അപ്പോൾ അങ്ങനെ പുള്ളിക്കറിയാം, പുള്ളി പറയും മക ആൾക്കാരുടെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ 2012, അപ്പോൾ 2011 ഇങ്ങനെ, അപ്പോൾ ഞാൻ സ്ട്രഗ്ലിംഗ് ആണ് കേട്ടോ. അപ്പോഴും അമ്മയോട് പുള്ളി പറഞ്ഞ് മകം നക്ഷത്രത്തിന് പ്രത്യേകിച്ച് സൈജുവിൻ്റെ ഒരു ഇത് വെച്ചിട്ട് സെപ്റ്റംബർ തുടക്കം തൊട്ട് നല്ല സമയം തുടങ്ങും. അപ്പം ഓരോ പ്രാവശ്യം ഇത് നമ്മൾ കേൾക്കുമ്പോൾ പിന്നെ നമ്മുടെ പ്രതീക്ഷ അതാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ 2012 സെപ്റ്റംബർ വരുമ്പോഴത്തേക്ക് അപ്പൊ നമ്മളങ്ങ് മൊത്തം വിശ്വസിച്ചിരിക്കും. ഓക്കെ, അങ്ങനെയാണല്ലോ. യു വോണ്ട് ബിലീവ് 2012 സെപ്റ്റംബറിലാണ് ട്രിവാൻഡ്രം ലോഡ്ജ് റിലീസാകുന്നത്. ഓ അത് ശരി. അതെനിക്ക് ബ്രേക്കായി. സത്യം പറഞ്ഞാല് ഇപ്പം 13 വർഷമായി. അങ്ങനെ ഒരു ഭയങ്കര ഗ്യാപ്പ് എനിക്ക് വന്നിട്ടില്ല. അത് ശരിയാ. എനിക്ക് അത് ബ്രേക്കായിട്ട് പിന്നെ എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങളും ഓഡിയൻസ് എന്നെ കാണുമ്പോൾ ആ കഥാപാത്രത്തിന്റെ പേര് വെച്ച് വിളിക്കുന്ന ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളും സൂപ്പർ ഹിറ്റ്സും ബ്ലോക്ക് ബസ്റ്റേഴ്സിലും ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. അതാണ് സത്യം. ഈ രാജേന്ദ്ര പിള്ളങ്ങളുടെ നമ്പർ ഒന്ന് തരാം. പിന്നെ ഇത് ചിലപ്പോൾ തോട്ട്സ് ഓഫ് അട്രാക്ഷൻ കൂടി ആയേക്കാലോ. അതെ അതെ, മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഉണ്ടല്ലോ. നമ്മളോട് ഒരാള് ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് അട്രാക്ട് ചെയ്യുന്നുള്ള. എനിക്ക് സെയിം ഉണ്ട്. എനിക്ക് എന്നോട് പറഞ്ഞു 24 വയസ്സിൽ അപർണ ഒരാളുമായിട്ട് പ്രണയത്തിലാവും, അയാളെ തന്നെ കല്യാണം കഴിക്കും. എന്റെ ജാതകം നോക്കി ഒരു ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, അന്ന് ഞാൻ 21 വയസ്സുള്ളപ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുവാണ് മസ്കറ്റിൽ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് 24 വയസ്സിൽ ഇനി ഒരാളെ പ്രേമിച്ച് വീട്ടുകാർ സമ്മതിക്കണമെങ്കിൽ റിലീജിയൻ കാസ്റ്റ് ഒക്കെ സെയിം ആവണം, അല്ലെങ്കിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ജാതിയും മതവും ഒക്കെ കറക്റ്റായി എനിക്കിനി പ്രേമം തോന്നുന്ന ഒരാൾ എന്റെ ഈ ഓഫീസിൽ വരണം, അതെന്റെ വീട്ടുകാർ സമ്മതിക്കുമ്പോൾ നോട്ട് പോസിബിൾ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് 2024 മനോഹരം നടക്കുന്നതും അങ്ങനെ ഈ മനുഷ്യനെ കാണുന്നതും. അങ്ങനെ ഞങ്ങൾ പ്രേമം ഞാൻ ആദ്യം വീട്ടിലാണ് പറയുന്നത്. ദീപക് എന്നോട് പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് എന്റെ അമ്മയോടാണ്. പിന്നെ അമ്മ പറഞ്ഞു ഓക്കെ നിന്റെ ഇഷ്ടം, ഞങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല പയ്യനാന്ന് തോന്നുന്നു, എനിക്ക് ഇഷ്ടമാണെങ്കിൽ ലൈൻ അടിച്ചോ. അവിടുന്ന് വീട്ടുകാരുടെ പെർമിഷൻ കൂടി ലൈൻ അടിക്കാൻ പോയാണ് ഞങ്ങൾ റിലേഷൻഷിപ്പ് ആവുന്നത്. എന്നിട്ട് അത് കല്യാണം വരെ എത്തിയല്ലോ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ സാധനം ഉണ്ട്. ഞാനിങ്ങനെ പിന്നെ കാണുമ്പോഴൊക്കെ വിചാരിക്കും ഓഫീസിൽ ഈ ചെക്കം വന്നാ നടക്കോ? ഇല്ലല്ലേ, ഇത് മുസ്ലിമാണ് വീട്ടിൽ സമ്മതിക്കില്ല, അയ്യോ ഇത് ക്രിസ്ത്യനാണ് വീട്ടിൽ സമ്മതിക്കില്ല, ആ സാധനം ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ തേടി പോവായിരിക്കും ഒരു പോയിന്റില് തോന്നുന്നു. ഐ ഡോണ്ട് നോ. അത് വിശ്വസിക്കണമെങ്കിൽ അതും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് വിശ്വസിച്ച് അവര് ചിലപ്പം ഇതും പറയും, ഇതുവരെ സമയം ശരിയല്ല, സൂക്ഷിക്കണം, വാഹനം എടുത്തു പോകുമ്പോ അപകടം ഉണ്ടാവും. അതൊക്കെ ടെൻഷൻ അല്ലേ? നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഐ വുഡ് റാദർ
വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു നിക്കുകയാണ്. പക്ഷെ ഇഷ്ടാ, എനിക്ക് കൈ നോക്കാൻ ഇഷ്ടാ. ഞാൻ മറ്റേ ചെന്നൈ ബസ് നഗർ ബീച്ചിലൊക്കെ പോകുമ്പോ അവിടെ കുറെ കാണുമല്ലോ, അപ്പൊ ഞാൻ പോയി കൈ നോക്കാറുണ്ട്. വണ്ടർഫുൾ. അവര് പറഞ്ഞതും കൂടെ ഞാൻ പറയാം, 2 വർഷം കഴിഞ്ഞാൽ നിങ്ങള് നിങ്ങളുടെ സ്വന്തം ലക്ഷറി കാറിൽ മറുപടി ഇങ്ങ് വരും, നീങ്ക എങ്ങളെ പാക്കും പറഞ്ഞിട്ടുണ്ട്. ആണോ? അതെപ്പോഴാ 2024 പറഞ്ഞേ? ആക്ച്വലി അത് ഞാൻ എനിക്കൊന്ന് 1 വർഷത്തെ ആയി, ഇപ്പൊ 1 വർഷം കൂടെ ഉണ്ടായി. ഏത് കാറ് വാങ്ങണം ഞാൻ ആലോചിച്ചു. മൊത്തം ജാതകവും ജ്യോത്സ്യം. അല്ല, എനിക്കൊന്നും അതിനകത്തൊരു സയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ 2 വർഷം ആകുമ്പോഴേക്കും കിട്ടാൻ വേണ്ടിട്ട് നമ്മളും പ്രയത്നിക്കും. അതെ, കറക്റ്റ് ആണ്. അങ്ങനെ പ്രയത്നിച്ച ഒരു കാര്യം പറഞ്ഞേ കേക്കട്ടെ. ഇതുപോലെ ജ്യോത്സ്യനും ജാതകത്തെ ഒക്കെ പ്രയത്നിച്ചത് നമ്മൾ പ്രയത്നിക്കും, ഭയങ്കര അഭിപ്രായം പറയാതിരിക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ നടക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒന്നും ആഗ്രഹിക്കാത്തവരോട് അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണോ സണ്ണി വെയിൻ എന്ന് പറയുന്നത്? അങ്ങനെ ഇരിക്കട്ടെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഇല്ല അല്ലേ? പക്ഷെ ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഫോട്ടോ കണ്ടു. അതായത് ലോകത്തെ ഇതിനെ കീഴ്മേൽ മറിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? തലകുത്തി കണ്ടില്ലേ? ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി, ഇത് ഇങ്ങനെ വെറുതെ നിന്നിട്ട് മറ്റേ തല കുത്തി ഫോട്ടോ ഇട്ടേക്കുന്നതാണോന്ന് ഞാൻ ഡബിൾ ചെക്ക് ചെയ്തിട്ടാ. അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ, അങ്ങനെ എക്സെൻട്രിക് ആയിട്ടുള്ള മോഹങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് കനത്തതൊക്കെയാ. സീയിങ് ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. ശരിയാ, അത്രേ ഉള്ളൂ അതിനകത്ത്, വേറൊന്നുമില്ല. പക്ഷെ ഇതെങ്ങനെ ഇത് യാഥാർത്ഥ്യമാക്കിയത്, ഈ തലകുത്തി വെക്കുക എന്നുള്ളത്? അത് കുറച്ച് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്തു. കഴിഞ്ഞൊരു നവംബർ ഡിസംബർ സമയത്ത് കുറച്ച് ഫ്രീ ആയിരുന്നു. അപ്പം ഈ മാസ്റ്റർ ഞാൻ ഒരു 3 വർഷം മുന്നേ പരിചയമുള്ളതാണ്. ഇപ്പൊ കോവിഡ് സമയം മുതൽ ഞാൻ പുള്ളി ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതായിരുന്നു. പുള്ളി കാസർഗോഡാണ്. പക്ഷെ പുള്ളി ഇവിടെ കൊച്ചിയിൽ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ പ്രാക്ടീസിങ് തുടങ്ങി. വെരി ബാഡ്, സത്യമായിട്ട് ഒന്നും തോന്നരുത്. അങ്ങനെ പ്രാക്ടീസ് തുടങ്ങി നിങ്ങൾ അവസാനം തലകുത്തി ഈ അപർണയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്ക് സിനിമാ താരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? സിനിമാ താരങ്ങൾ മാത്രമല്ല ഇവർ, 2 പ്രൊഡ്യൂസേഴ്സും കൂടെയാണ്, അല്ലേ? പ്രൊഡക്ഷൻ ആ ഫേസ് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? ചേട്ടനോട് കൂടെ ചോദിക്കട്ടെ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേട്ടനോട് ചോദിക്കുന്ന, എന്നാലും ഒന്നുകൂടെ. പ്രൊഡക്ഷൻ ഫേസ് ഷൂട്ടിംഗ് സമയത്ത് കുഴപ്പമില്ലായിരുന്നു. നമ്മളിത് വിൽക്കാൻ വേണ്ടി പോകും, അവിടെയാണ് പിന്നെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ഫേസ് അല്ലേ? നല്ല ഡിഫിക്കൽട്ടിയാണ്. അതിപ്പം തിയേറ്ററിൽ വെക്കുന്നതായാലും, തിയേറ്ററിൽ വെക്കുന്ന വെച്ചാൽ നമ്മൾ റിലീസ് ചെയ്യുന്നത് അതൊരു വിൽപ്പനയാണ്. അതെ അതെ. അത് തൊട്ടിട്ട് OTT സെയിൽസ് ആയാലും, സാറ്റലൈറ്റ് സെയിൽസ് ആയാലും, മ്യൂസിക് സെയിൽസ് ആയാലും, ഓവർസീസ് സെയിൽസ് ആയാലും, സെയിൽ എന്ന് പറയുന്ന ഒരു സാധനം അതൊരു ഭീകര സംഭവമാണ്. നമ്മൾ പല ലെയേഴ്സിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കും, നമ്മൾ പോലും അറിയാണ്ട് ഒരു അബോധാവസ്ഥയിൽ വായും പൊളിച്ച് മേപ്പോട്ട് നോക്കിയിട്ട് അപ്പോഴും ദൈവത്തിനെയാണ് അപ്പോഴും ഓർക്കുന്നത്. ദൈവമേ, ഇത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുമോ, ഇത് ആരെങ്കിലും ഒക്കെ മേടിക്കുമോ, ആരെങ്കിലും ഒക്കെ പറഞ്ഞോണ്ട് ഒരു പ്രത്യേക ഒരു സാധനമാണത്. അപ്പൊ അതുകൊണ്ട് വളരെ ആലോചിച്ചും കണ്ടൊക്കെ ആൾക്കാർ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പം നമുക്ക് ഈ ബോക്സ് ഓഫീസിൽ എന്ത് സംഭവിക്കുന്നുള്ളത് അറിയില്ല. അങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി ഉള്ള ഒരു പരിപാടിയാണ് സിനിമ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ 7 രൂപയോ 8 രൂപയോ ഇൻവെസ്റ്റ് ചെയ്യല്ലേ. അസല് സിനിമ എന്താണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം നമ്മൾ 10 രൂപയിൽ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ 25 രൂപ കിട്ടുമായിരിക്കും. പക്ഷെ അത് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ കറക്റ്റ് അവസ്ഥ നമുക്കറിയാമല്ലോ. പക്ഷെ ഇതിനു മുമ്പേ ഈ അവസ്ഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫേസ് ചെയ്തത്, ഞാൻ ബോംബെ ഗലികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കക്ഷത്തിലൊരു ഫയലും ഭരതനാട്യത്തിന്റെ പിച്ച് ഡെക്കാണ്. സിംഹത്തിന്റെ അതാണ് ഡയലോഗ്.
അങ്ങനെ സിംഹത്തിന്റെ പല നടയിലാണ് നമ്മുടെ OTT പ്ലാറ്റ്ഫോംസിന്റെ ഒക്കെ ഓഫീസ് അവിടെയാണല്ലോ. അവിടെ പോയി ഇങ്ങനെ സമയമാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. കഷത്തില് എപ്പോഴും ഫയലുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഫയലിൽ ഇങ്ങനെ നോക്കും. അത് എത്ര പ്രാവശ്യമാണ് ഈ ഫയൽ എത്ര പ്രാവശ്യമാണ് ഞാൻ ഈ ഫയൽ മറിച്ചു നോക്കിയെന്ന് അറിയില്ല. വെയിറ്റ് ചെയ്യുമ്പോൾ വേറെ ഒന്നും നമുക്ക് എന്റർടൈൻമെന്റ് ഇല്ല. ഇത് മറിച്ചു നോക്കുന്നു. ചില ഫോട്ടോസ് കാണുമ്പോഴത്തേക്കും എൻ്റെ തന്നെ ഫോട്ടോ കാണുമ്പോഴത്തേക്കും ഞാൻ ആ സമയത്ത് കുറച്ചുകൂടെ നല്ലപോലെ ചിരിച്ചിരുന്നെങ്കിൽ ഈ OTT ബിസിനസ് നടന്നേനെ ഇങ്ങനെയൊക്കെ തോന്നുന്നു. എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടാണ്ട് വരുന്നു. പക്ഷെ അടുത്ത പേജ് മുറിക്കുമ്പോഴത്തേക്കും എന്താ പോസ്, ഇതായിരിക്കും ഞാൻ ഇവരെ ആദ്യം കാണിക്കുന്നത്, ഇത് വെച്ച് ഇവര് മേടിക്കും എന്നൊക്കെ സ്വപ്നം കണ്ട് എത്ര ഞാൻ മുംബൈയിലെ ഗലികളിലൂടെയും സ്ട്രീറ്റ്സിലൂടെയൊക്കെ ഞാൻ കറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ആലോചിച്ച് വേണം ഇതിലേക്ക്. ഇവർക്ക് തമാശ. അതെ, സത്യം. ഇവിടെയോ സണ്ണിമേൻ ഒരുപാട് പടവെട്ടിയായിരുന്നോ? ഇങ്ങനെ ഗല്ലികളിലൂടെ നടന്നായിരുന്നോ? പടവെട്ടി, അതിന്റെ മുന്നേ ഒരു തിയേറ്റർ ചെയ്തു, പിന്നെ പടവെട്ട് കഴിഞ്ഞ് അപ്പൻ ചെയ്തു. ശരിയാണല്ലോ. എന്തായിരുന്നു ഇങ്ങനത്തെ ഒരു യാത്ര ഉണ്ടായിരുന്നോ? മറ്റേ പിച്ച് ഡെക്കുമായിട്ട് അല്ല, പിച്ച് ഡെക്കുമായിട്ട് പടവെട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് കൺട്രോളർ അവിടെ ഉണ്ട്. പിന്നെ അവിടുന്ന് മറ്റേ ഓർമ്മിപ്പിക്കല്ലേ എന്നുള്ളൊരു ഒച്ച കേൾക്കുന്നു. പിന്നെ ഇപ്പം അപ്പൻ എന്ന് പറഞ്ഞ പടം അത് അസോസിയേറ്റ് ചെയ്തു. ഇനി അതിപ്പോ 2022 ചെയ്തത്. 2025 ഇനിയും ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ സൈജു ഭായി പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഡ്യൂസറിന് ഒരു സിനിമ ചെയ്യുമ്പം ഒരുപാട് എന്താ പറയുക, ഒരുപാട് ലേയേഴ്സിലൂടെ അല്ലെങ്കിൽ അതൊരു വലിയൊരു യാത്രയാണത്. ആ സിനിമ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ എത്തിക്കുന്നത് വരെ, എത്തിച്ചതിന് ശേഷം അതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ അതിൻ്റെ കച്ചവടങ്ങൾ, അതിൻ്റെ ബിസിനസ് സൈഡ്, അങ്ങനെ ഒരുപാട് ഒരു വലിയൊരു ജേണിയാണ്. അപ്പോൾ ഏതായാലും റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിലേക്ക് വരുമ്പോൾ ഒരു മൊത്തത്തിലൊരു ഫാന്റസി മൂവി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. സത്യത്തിൽ ഇതൊരു ഫാന്റസി മൂവിയാണോ? കാരണം ദൈവം എന്ന് പറയുമ്പോൾ തന്നെ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്, ദൈവം ഇറങ്ങി വരുന്നുണ്ടല്ലോ. അതിനകത്തൊരു എന്തല്ലേ ദൈവം ഇരിക്കുന്ന എൻ്റെ മുന്നിലെന്ന്. അതൊരു കോൺസെപ്റ്റ് ആണല്ലോ നമുക്ക് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ സിനിമ ഉണ്ടാക്കുന്ന പറയുമ്പോൾ അതിന് എന്തായാലും അബ്സല്യൂട്ട്ലി അതിനകത്തൊരു ഫാന്റസി ഒരു എലമെന്റ് ഉണ്ടാകും. അപ്പോൾ ആ എലമെന്റ് ജനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. ആണ്. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമയിലേക്കുള്ള യാത്രയിലാണ്, ആട് 3യിലേക്ക്. സാത്താൻ സേവിയർ മറക്കൽ അബൂനൊക്കെ സുഖല്ലേ അല്ലേ? അതിന്റെ ലുക്കാണോ ചേട്ടാ ഞങ്ങൾ കാണുന്നത്? അപ്പം അറക്കൽ അബുവിനെ ഒരു വേറെ രീതിയിൽ കൂടെ പ്രസന്റ് ചെയ്യുന്നുണ്ട് സിനിമയിൽ. അപ്പൊ അതിന്റെ ഒരു ലുക്ക് ടെസ്റ്റ് ആയിരുന്നു. അഭിലാഷത്തിലെ ലുക്ക് അതെ 25കളിലേക്ക് എത്തിയ ലുക്ക് അല്ലേ? എന്നെ സംബന്ധിച്ചൊരു വെറൈറ്റി ആയിരുന്നു. പല ആൾക്കാരും പറയുകയും ചെയ്തു. ഞാനും പറഞ്ഞു. അപ്പം അത് ഡിസൈൻ ചെയ്തത് റോണക്സ് ആണ്. അപ്പൊ റോണക്സ് ആണ് ആടിലെ ഫസ്റ്റ് ആട് തൊട്ട് റോണക്സ് ആണ്. ഇതിന്റെ അകത്ത് ഞങ്ങൾക്ക് അപ്പം സാധാരണ കാണുന്ന അറക്കലബിന്റെ ലുക്കും ഉണ്ട്, അത് കൂടാണ്ട് ഈ ഒരു ലുക്കും ഉണ്ട്. അത് ഡിസൈൻ ചെയ്തിട്ട് അത് ഇത് മാത്രമല്ല, ബാക്കി മുടിയൊക്കെ വളർത്തി അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അടുത്ത പടത്തിന്റെ പ്രൊമോഷൻ വരുമ്പോ ചേട്ടൻ എങ്ങനെ ഇരിക്കും എന്തോ മുടിയൊക്കെ വളർത്തി മനസ്സിലാവില്ല. അതാണ് സാത്താൻ സേവിയറിന്റെ സുഖല്ലേ ആണ്. അതിനുള്ള എന്താ ലുക്ക് ടെസ്റ്റിലേക്ക് എത്തിയില്ലായിരുന്നു? എനിക്ക് 5-ാം തീയതി ആണോ? അപ്പൊ അതിന് വേണ്ടിട്ട് എന്തൊക്കെയാ ശ്രമിച്ചോണ്ടിരിക്കുന്നത്? ഇതുപോലെ താടി വളർത്തുന്ന, മീശ വളർത്തുന്ന പോലെ? എനിക്ക് തോന്നുന്നത് 10 ദിവസം കൊണ്ട് മീശ ഇല്ല. അപ്പൊ എന്തായിരിക്കും സണ്ണി വെയിന് തരാനുള്ള സാധനം എന്തായിരിക്കും ഇതുപോലെ ലുക്ക് ടെസ്റ്റിന് വേണ്ടിട്ട്? ഇപ്പൊ എന്തായാലും ഒരു സിനിമ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതിനിപ്പം അതിപ്പോ എന്തായാലും 5-ാം തീയതി ഒക്കെ ആയിട്ട് അത് കഴിയുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് അപ്പൊ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലായിരിക്കും ആണ് അല്ലേ? അപ്പൊ ഏതായാലും ഈ 16-ന് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമ വൻ വിജയമാകട്ടെ, എല്ലാവരും തിയേറ്ററുകളിൽ പോയി കാണട്ടെ. അതിനുശേഷം OTT മ്യൂസിക് റൈറ്റ് പറഞ്ഞ ആ പ്രൊഡ്യൂസറുടെ വേദനകളെല്ലാം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തരണം ചെയ്ത് പോകാൻ സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.